സംസ്ഥാനത്തെ കടൽഭിത്തി നിർമ്മാണത്തിൽ വൻ ക്രമക്കേട് നടക്കുന്നതിന് തെളിവുകൾ. ഉപയോഗിക്കുന്ന പാറകളിൽ പകുതിയിലധികവും നിർദ്ദിഷ്ട വലിപ്പത്തിലും ചെറുതാണെന്ന് ധനകാര്യ പരിശോധനാ വിഭാഗം കണ്ടെത്തി. ഇതേ തുടർന്ന് കർശന മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ജലവിഭവ വകുപ്പ് സർക്കുലർ പുറപ്പെടുവിച്ചു. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ധനകാര്യ വകുപ്പ് സാങ്കേതിക പരിശോധനാ വിഭാഗം ചീഫ് ടെക്നിക്കൽ എക്സാമിനർ ഇറിഗേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ചീഫ് എഞ്ചിനീയർക്ക് നൽകിയ പരിശോധനാ റിപ്പോർട്ടിലാണ് കടൽഭിത്തി നിർമ്മാണത്തിലെ കള്ളക്കളികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. 50%-ലധികവും നിർദ്ദിഷ്ട മാനദണ്ഡത്തിലും ചെറിയ പാറക്കല്ലുകളാണ് ഉപയോഗിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇത്തരം കല്ലുകൾ ഒഴിവാക്കാതെയാണ് കരാറുകാർക്ക് പണം നൽകുന്നത്. ഇതിനെതിരെ പാലിക്കേണ്ട നിർദ്ദേശങ്ങളും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഈ വസ്തുത മറച്ചുവെച്ചാണ് ഹൈക്കോടതിയിൽ ഇറിഗേഷൻ വകുപ്പ് സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളത്. കടൽഭിത്തി നിർമ്മാണത്തിലെ അഴിമതി CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാവശ്യപ്പെട്ടു കൊച്ചി ചെല്ലാനം സ്വദേശി ജോർജ് സമർപ്പിച്ച ഹർജിയിന്മേൽ ഇറിഗേഷൻ സെൻട്രൽ സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിന്റെ പകർപ്പാണിത്. കടൽഭിത്തി നിർമ്മാണം അങ്ങേയറ്റം കാര്യക്ഷമമാണെന്ന് പറയുന്ന സത്യവാങ്മൂലത്തിൽ ചീഫ് ടെക്നിക്കൽ എക്സാമിനറുടെ റിപ്പോർട്ടിനെ കുറിച്ച് പരാമർശമേയില്ല. ഇനി ഇത് സമർപ്പിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം ജലവിഭവ വകുപ്പ് പുറത്തിറക്കിയ സർക്കുലർ നോക്കൂ. ക്രമക്കേടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ കർശന മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടുള്ള സർക്കുലറിൽ നിലവാരം കുറഞ്ഞ കല്ലുകളുണ്ടെങ്കിൽ നിർമ്മാണ സ്ഥലത്തു നിന്നും നീക്കം ചെയ്ത ശേഷമേ ഭിത്തി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കല്ലുകളുടെ അളവ് കണക്കാക്കാവൂ എന്ന് പറഞ്ഞിരിക്കുന്നു. പരിശോധനയിൽ ചെറിയ കല്ലുകൾ കണ്ടാൽ മൊത്തം അളവ് നിരസിക്കുകയും അളവ് കണക്കാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കുകയും ചെയ്യും. കടൽഭിത്തിയിൽ എവിടെയും നിലവാരമില്ലാത്ത കല്ലുകൾ കാണരുതെന്നും ഇക്കാര്യങ്ങൾ താഴെത്തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥരെ അറിയിക്കണമെന്നും സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നു. പതിറ്റാണ്ടുകളായി നിർമ്മാണം നടന്നിട്ടും തീരവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന തരത്തിൽ പൂർണ്ണതോതിൽ കടൽഭിത്തിയുള്ള സ്ഥലങ്ങൾ കുറവാണ്. നിർമ്മാണത്തിന് ഉപയോഗിച്ച ശതകോടികളിൽ നല്ലൊരു ഭാഗവും പലരും കീശയിലാക്കിയെന്ന ആരോപണം ഈ സർക്കുലർ ശരിവെക്കുന്നു. പ്രദീപ് സി നെടുമൺ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.